ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇപ്പോൾ ഓൺലൈനിലൊക്കെ കാണുന്ന മക്കൾക്കൊക്കെ പറ്റിയ അടിപൊളി ഹെയർ ബാൻഡ് അല്ലെങ്കിൽ ഹെയർ ക്ലിപ്പ് ഉണ്ടാക്കിയെടുത്താലോ. അതിനായിട്ട് ഞാൻ സൂപ്പർ ക്ലേ ആണ് എടുത്തിരിക്കുന്നത്. ഇത്രയും കളേഴ്സ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനത് റോൾ ചെയ്തതിന് ശേഷം ഇങ്ങനെ നീട്ടി പൈപ്പ് പോലെ ആക്കാണ് കേട്ടോ. അപ്പോൾ അതിന് എന്തെങ്കിലും ഇങ്ങനത്തെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഇതുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ആക്കി കൊടുത്താൽ എല്ലാ ഭാഗത്തും ഒരേപോലെ ആയിട്ട് നമുക്ക് റോൾ ചെയ്തെടുക്കാൻ വളരെ ഈസി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിതൊരു കോമ്പാക്ട് പൗഡറിൻ്റെ ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഫ്ലാറ്റായിട്ട് ഉള്ള സർഫേസ് കൊണ്ട് ചെയ്തെടുക്കണമെന്ന് മാത്രം കേട്ടോ. ഇതേപോലെ പൈപ്പ് പോലെ ആക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ എല്ലാ കളേഴ്സും നമ്മൾ ഇതേപോലെ പൈപ്പ് പോലെ ആക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെച്ച് ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. എല്ലാത്തിനും തിക്നെസ്സും ഒരുപോലെ ആയിരിക്കണം. ഇനി എല്ലാ കളറും ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു എൻഡുകൾ മാത്രം ഇതേപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലാ എൻഡും വേണ്ട കേട്ടോ, ഒരു എൻഡ് മാത്രം റോൾ ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതേപോലെ എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ട് ഈ കാണുന്ന പോലെ വെക്കുക കേട്ടോ. നമ്മൾ ഡെയിലി വീഡിയോസ് ഇടുന്നുണ്ട്. വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും കമൻറ്റിൽ പറയണം കേട്ടോ. അതിനുശേഷം ഇതിൻ്റെ ഈ എൻഡ് ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞ് എല്ലാതും ഒരുപോലെ ആക്കി കൊടുത്തു. പിന്നെ നമ്മൾ കുറച്ച് വൈറ്റ് ക്ലേ എടുത്തിട്ട് അതും ഇതുപോലെ പൈപ്പ് പോലെ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് രണ്ട് സൈഡും അതിൻ്റെ റോൾ ചെയ്യുകയാണ്. ഒരു സൈഡ് മുകളിലോട്ട് ഒരു സൈഡ് താഴോട്ട് റോൾ ചെയ്തിട്ട് ഇതേപോലെ വെച്ചു. പിന്നെ ഒരു ക്ലേ വൈറ്റ് എടുത്തിട്ട് കൈകൊണ്ട് തന്നെ ഒരു സ്റ്റാറിൻ്റെ ഷേപ്പ് ഇങ്ങനെ പിടിച്ച് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും കേട്ടോ. ഇനി ഇതേപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കമൻറ്റിൽ പറയൂ കേട്ടോ. റീഡിസൈൻ ചെയ്തിട്ട് അല്ലെങ്കിൽ റീക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പറയൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെയ്തിട്ടുണ്ട്. കുറച്ച് ഗ്ലൂവും കൂടെ വെച്ചിട്ടാണ് അത് ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതേപോലെ ചെയ്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതില്ലെങ്കിൽ നമുക്ക് ക്യാരി ബാഗ് ഉണ്ടല്ലോ, നമ്മുടെ തുണിയൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന തുണിയുടെ ബാഗ് ഉണ്ടല്ലോ, അതെടുത്താൽ മതി കേട്ടോ. 2 പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പീസ് ഇങ്ങനെ 2 സൈഡിലോട്ടും കുഞ്ഞു സ്ലിറ്റുകൾ പോലെ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളിതാ ഈ ഒരു ഹെയർ ബാൻഡ് ഇതിലൂടെ കയറ്റി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ കയറ്റി എടുത്തിട്ടുണ്ട്. നമുക്ക് എവിടെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അവിടെ വെച്ചിട്ടുണ്ട്. അടുത്ത ക്ലോത്തിൽ നമ്മൾ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതിലൊട്ടിച്ചിട്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും ഗ്ലൂ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഫിക്സ് ആയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ ഒട്ടിച്ച പീസിൽ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എക്സസ് ആയിട്ട് നിൽക്കുന്ന ഈ ഒരു ക്ലോത്തൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റാം. ഓക്കെ, അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. ഒരു റെയിൻബോ തീമിലുള്ള ഒരു ഹെയർ ബാൻഡ്. അപ്പോൾ ഇത് ഹെയർ ബാൻഡിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഹെയർ ക്ലിപ്പിൻ്റെ മുകളിൽ. അപ്പോൾ ഇതിൻ്റെ സൈസ് ഒന്ന് ചെറുതാക്കി നമ്മുടെ കയ്യിലുള്ളതിന് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് ഒട്ടാൻ കുറച്ച് സമയം പിടിക്കും, അതുകൊണ്ടാണ് കയ്യിൽ നിന്ന് പോരുന്നത് കേട്ടോ. ഒട്ടി കഴിഞ്ഞപ്പോൾ ഭയങ്കര നല്ല ഭംഗിയാണ് കാണാനായിട്ട്, നല്ല ലുക്കാണ്. ഉണങ്ങിക്കഴിയുമ്പോൾ നല്ല രസവുമാണ് കാണാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ ചെറിയ ക്ലിപ്പുകളുണ്ടല്ലോ, ക്രോക്കഡൈൽ ക്ലിപ്പൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്താൽ മതി. ഇതിൻ്റെ സൈസ് ഒന്ന് ചെറുതാക്കി കൊടുത്താൽ മതി കേട്ടോ. ഉണ്ടാക്കുന്ന ഉള്ളിൽ വെച്ച ബോട്ടിലുണ്ടല്ലോ, അതൊന്ന് ചെറുതാക്കി കൊടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഇത് വേണമെങ്കിൽ ഇതേപോലെയും വെക്കാം കേട്ടോ. 2 സൈഡിൽ ഇതേപോലെ ക്ലോത്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചിട്ട് ഇങ്ങനെയും വെച്ച് കൊടുക്കാം കേട്ടോ. അതൊക്കെ നമ്മളുടെ ഇഷ്ടമാണ്. പിന്നെ ആ വളച്ച് വെച്ചിരിക്കുന്ന ഭാഗം എല്ലാതും ഒരേ ലെവലിൽ തന്നെ വേണമെങ്കിൽ അതും നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ വെച്ച് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ നിങ്ങൾക്കത് ഫിക്സ് ചെയ്യില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഓരോ ലെയറിലും ഗ്ലൂ വെച്ച് കൊടുത്തിട്ട് വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. പക്ഷേ ഇത് ഉണങ്ങിക്കഴിയുമ്പോൾ എല്ലാം ഫിക്സ് ആവുന്നുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ചിലത് പോരുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഞാനൊന്ന് ഗ്ലൂ വെച്ച് ഒട്ടിച്ച് കൊടുത്തു കേട്ടോ. ഇനി ആ വൈറ്റിൻ്റെ അവിടെയൊക്കെ വേണമെങ്കിൽ കുറച്ച് ഗ്ലിറ്ററും കൂടെ തേച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.